അന്ന് എൻ്റെ ചേട്ടൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു മാതൃകയായിരുന്നു. അത് എൻ്റെ ചേട്ടൻ UK പൈലറ്റ് ആവാനായിട്ട് പോയതിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിൻ്റെ കാശരൂപവും തൈലവും ഉപയോഗിച്ച് റിവാലുവേഷന് കൊടുക്കുകയാണ് സപ്ലി ഉണ്ടായത്. അങ്ങനെ റിവാലുവേഷന് കൊടുത്തതിൽ 10ഉം 20ഉം മാർക്കും വെച്ച് എനിക്ക് കുറവുണ്ടായിരുന്നത് 2 സബ്ജക്റ്റിൽ. എന്നിട്ട് റിവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ അത് ഒരെണ്ണം A ഗ്രേഡായും ഒരെണ്ണം ജസ്റ്റ് പാസ്സായിട്ടും ഞാൻ ജയിച്ചു. അതെനിക്ക് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് അത് ജയിച്ചത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ അടുത്ത ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ BTechന് ചേർന്നത് തന്നെ മെർച്ചൻ്റ് നേവിയിൽ ചേരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ BTechന് ശേഷം ഒരു 1 ഇയർ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് കുറേ എക്സാമുകൾ എഴുതണ എക്സാമുകളെല്ലാം ഞാൻ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സാമുകൾ എഴുതി പൊട്ടും, വീണ്ടും എഴുതും, പൊട്ടും. പക്ഷേ എനിക്ക് അപ്പോഴും മാതാവ് തന്നൊരു ധൈര്യം കൊണ്ടാണ് ഞാൻ 2ാമത് 3ാമത് എക്സാം എഴുതിയത്. അങ്ങനെ എൻ്റെ 13ാമത്തെ എക്സാമിലാണ് ഞാൻ അത് ക്ലിയർ ചെയ്യണത്. എക്സാമിൻ്റെ ഡേറ്റ് കിട്ടണത് എനിക്ക് ചൊവ്വാഴ്ച 2:30-നാണ്. ഞാൻ എക്സാമിന് ഇരിക്കണതിന് മുന്നേ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് കരഞ്ഞാണ് എക്സാം എഴുതായിരുന്നത്. അന്ന് എക്സാം പൂർത്തിയായപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി. അതിനുശേഷം വെള്ളിയാഴ്ച റിസൾട്ട് വന്ന് ആ എക്സാം പാസ്സായി എന്ന് പറഞ്ഞപ്പോഴും ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. അതുപോലെ പിന്നത്തെ ചൊവ്വാഴ്ച, നെക്സ്റ്റ് ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത്. 3 സ്റ്റെപ്പാണ് ഈ എക്സാമിന്, ഈ സ്പോൺസർഷിപ്പ് എക്സാമിന് കിട്ടണത്. അതിൽ 2ാമത്തെ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത് ഈ പറഞ്ഞ പോലെ ചൊവ്വാഴ്ച 2:30-നാണ് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നത് എനിക്ക് മാതാവ് കരുതി വെച്ചിരിക്കുന്ന ഒരു ഇതാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ട് ഇൻ്റർവ്യൂവിനിരുന്നു. ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 4 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. എനിക്ക് പറയാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ഈ കാശരൂപവും തൈലവും പറ്റിയിട്ടാണ് എക്സാമിൽ ഇരുന്നത്. കാശരൂപം എൻ്റെ കയ്യിലുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ആകെ വിഷമിച്ച് ആണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അമ്മോട് പറഞ്ഞു, എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്തു, ഇനി മാതാവിൻ്റെ കയ്യിലാണ്. ഇത് തരാണെന്നുണ്ടെങ്കിൽ മാതാവിനെ അനുഗ്രഹിച്ചു, എനിക്ക് ഉറപ്പാണ്, അത്രയ്ക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ബുധനാഴ്ച ഞാൻ മാതാവിൻ്റെ നൊവേന തിരുനാളിന് പള്ളിക്ക് പോകണതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരണതും അത് പാസ്സായി എന്ന് പറയണതും. എനിക്ക് ഒരുപാട് വിഷമമായി ആ സംഭവം. ഞാൻ മെയിൽ നോക്കിയിട്ട് ആകെ കണ്ണീന്ന് വെള്ളം